യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞ ഒരു പുതിയ ദിവസം ഏറെ സന്തോഷത്തോടുകൂടി ദൈവനാമത്തിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാൻ. തരിശു നിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. നിന്റെ ദൈവമായ കർത്താവിനെയാണ് നീ ഈ നിമിഷങ്ങളിൽ തേടുന്നതെങ്കിൽ അവൻ നിനക്ക് വേണ്ടി കരുണ വർഷിക്കാൻ തുടങ്ങും. നന്മയായിട്ടുള്ള കാര്യങ്ങളാണ് നീ ചെയ്യുന്നതെങ്കിൽ, ദൈവഹിതത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ, ദൈവം കരുണയോടെ നിന്നെ കടാക്ഷിക്കുവാൻ തുടങ്ങും. ഒന്നും വിളയില്ല എന്ന് പറയുന്ന തരിശു നിലം പോലെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അതിനെ ദൈവനാമത്തിൽ ഉഴുതുമറിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം, ദൈവകൃപ സമൃദ്ധമായിട്ട് നിറയുന്നത് കാണുവാൻ സാധിക്കും. നമ്മൾക്കില്ലാത്തതിനെക്കുറിച്ച് പരിഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ദൈവം ഇതുവരെ നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, സമ്പത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചാൽ, നിന്റെ ജീവിതം തരിശു നിലം പോലെയാണെങ്കിൽ പോലും ദൈവം അത് അനുഗ്രഹമാക്കി തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഈ നിമിഷം ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.